കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ഭേദഗതി ബിൽ നടപ്പാക്കുന്നത് തടഞ്ഞ പ്രതിപക്ഷ മുന്നണിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചും വനിതാ സംവരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടും ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും യോഗവും നടത്തി. ജില്ലാ സമ്പർക്ക പ്രമുഖ് അഡ്വക്കേറ്റ് രാജീവ് രാജധാനി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ഭേദഗതി ബില്ല് നടപ്പാക്കുന്നത് തടഞ്ഞ കോൺഗ്രസും CPM-ഉം നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വനിതാ സംവരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടും ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് മാർച്ചും യോഗവും നടത്തി. യോഗത്തിൽ ജില്ലാ സമ്പർക്ക പ്രമുഖ് അഡ്വക്കേറ്റ് രാജീവ് രാജധാനി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നും അവർക്കർഹമായിട്ടുള്ള നിലവാരവും നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നുമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലാണ് മാതൃവന്ദന യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ ചില തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരവും അല്ലെങ്കിൽ തങ്ങൾക്ക് ജനപിന്തുണയില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ആ ബില്ലിനെതിരെ അവർ ശബ്ദമുയർത്തി ആ ബില്ല് പാസ്സാക്കാതെ പോയത് ഭാരതത്തിലെ സ്ത്രീകളോടുള്ള പ്രതിപക്ഷ കോൺഗ്രസ് ഇതര DMK ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ചില പാർട്ടികളുടെ വൈരുദ്ധ്യമായ നിലപാടാണ്. കാരണം സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനവും ബഹുമാനവും നൽകുന്ന അവർക്ക് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ പ്രതിഫലിപ്പിക്കുവാനും ഇന്ത്യയുടെ ഭരണത്തിൽ ഒരു മുഖ്യ പങ്കാളിത്തം വഹിക്കുവാനുമൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഈ മാതൃവന്ദന യോജന എന്ന് പറയുന്ന പദ്ധതി പ്രതിപക്ഷ കക്ഷികൾ എതിർത്തത് ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. പ്രസിഡന്റ് ദിനേശ് കട്ടച്ചിറ, ജില്ലാ ജനറൽ സെക്രട്ടറി കലേഷ് മണിമന്ദിരം, ജില്ലാ വനിതാ സേന പ്രസിഡന്റ് അഞ്ജലി ജയപാൽ, ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.